ഹലോ, ഞാൻ മരിയ ജോസഫ്. നമ്മളിവിടെ ഡോക്ടർ സൈഫാൻസിൽ നിന്നാണ്. എൻ്റെ കൂടെ ഡോക്ടർ അമൃതയുണ്ട്. നമ്മളിവിടെ HIV STIയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ അമൃത. ഹലോ മരിയ. ഡോക്ടർ, എനിക്ക് അറിയേണ്ടത് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ സെക്ഷൽ ഹെൽത്ത് കൺസേൺ എത്രത്തോളം ഉണ്ട് എന്നാണ് അറിയേണ്ടത്. ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് നല്ല അവയർനെസ് ഉണ്ടെന്ന് വേണം പറയാൻ. എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ ലിറ്ററസി റേറ്റ് കൂടുതലാണ്. ആൾക്കാർക്ക് നിറയെ ഇൻഫർമേഷൻ്റെ ആക്സസ് ഉള്ളതുകൊണ്ടും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട് ആൾക്കാർക്ക് ആസ് കമ്പയർ ടു അതർ പ്ലേസസ്. ആ ഒരു റീസൺ കാരണം ആൾക്കാർ ടെസ്റ്റ് ചെയ്യാനും വരാറുണ്ട്. അപ്പം ഈ കേരളത്തിൽ ഹെൽത്ത് കൺസേൺ എത്രത്തോളം ഉണ്ടെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ടെസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ബാധിക്കുന്നു എന്നും കൂടി അറിയണമായിരുന്നു. ആൾക്കാർക്ക് ബുദ്ധിമുട്ട് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എവിടെയൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ആക്സസിബിലിറ്റി, അതാണ് ഏറ്റവും ആദ്യം ഉള്ളത്. എവിടെയൊക്കെ ലാബ്സിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലയിടത്ത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ടെസ്റ്റിംഗ് അലൗഡ് അല്ല. അപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത് എവിടെ പോയി കൺസൾട്ട് ചെയ്യാം, ആര് ചെയ്യാം, അത് ചെയ്താൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് ആൾക്കാർക്ക് ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് ടോപ്പിക് ആയതുകൊണ്ടും ആയിരിക്കാം അവർ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. അപ്പം ഇതിലിപ്പോ ഒരു STI അല്ലെങ്കിൽ HIV രണ്ട് തരത്തിലുണ്ടല്ലോ. അപ്പം പൊതുവെ ആളുകൾ നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ കൂടുതലും HIV കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു സിംറ്റംസ്, ഫോർ എക്സാമ്പിൾ ഒരു സിംറ്റം, എന്തൊരു അസുഖത്തിന് ഒരു സിംറ്റം ഉണ്ടാവും, ചില സമയത്ത് അസിംപ്റ്ററ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അവർക്കൊരു അവയർനെസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ചില അസുഖങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും HIV ആയാലും ബാക്കി STDs ആയാലും എല്ലാ അസുഖങ്ങൾക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ചില STDs നമുക്ക് സിംറ്റംസ് ഇല്ലാതെ ഒത്തിരി നാൾ അങ്ങനെ ബോഡിയിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ റൂട്ടീൻ ടെസ്റ്റിങ്ങിലാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇപ്പോൾ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാകുമ്പോഴത്തേക്കും ഒരു 3 to 6 months ഇത് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതും ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും. മാത്രമല്ല സെയിം പാർട്ട്ണർ ആണെങ്കിൽ പോലും റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അറിയാത്ത ഈ സിംറ്റംസ് ഇല്ലാത്ത അസുഖങ്ങളുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് അറിയേണ്ടത് ഈ STI എന്ന് പറയുന്ന സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ഇതിൽ പൊതുവെ കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? STIയിൽ കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും ആൾക്കാർ സാധാരണ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആൾക്കാർ വിചാരിക്കും HIV മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ. അപ്പോൾ ബാക്കി STIസിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. അങ്ങനെ STIs ഉണ്ടോ, അതോ HIV മാത്രമാണ് STI ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെ, അങ്ങനെ ഒരു പേഷ്യന്റ് നമുക്ക് വന്നിരുന്നു. മീൻസ് HIV തന്നെയാണ്. അപ്പൊ അവര് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV വന്നതിന് ശേഷമല്ലേ STI വരുള്ളൂ. അതെ, അങ്ങനെ അവര് വിചാരിക്കുന്നത് STIയും HIVയും ഒന്നാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവര് HIV ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും STIസിന് സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട എന്നാണ് അവര് മനസ്സിലാക്കിയിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പൊ STIs വേറെ കുറെ ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും കുറെ ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ടെസ്റ്റിംഗ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനും ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ്സ് ഉണ്ട്. HIV മാത്രം നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻസ് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? മീൻസ് ഇത് ഇന്ന ഒരു STIയുടെ ഇൻഫെക്ഷൻ ആണ്, അതല്ലെങ്കിൽ HIV. ഇപ്പൊ പൊതുവെ എല്ലാവരും എന്ത് സിംറ്റംസ് കണ്ടാലും അത് HIV ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും STI ആണ്, അതല്ലെങ്കിൽ STIയിൽ ഇത് ഇന്ന ഇൻഫെക്ഷൻ ആണ്? HIVക്ക് പൊതുവേ ഉള്ള സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്കത് പനിയായിരിക്കും അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് HIV ചിലപ്പോൾ അസിംറ്റമാറ്റിക് ആയിരിക്കും, ഒരു സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് വെച്ച് HIV ആണോ അതോ വേറെ മേ ബി ബാക്കി STIസിന് റാഷ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂറിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സോഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഇത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഇന്ന ഡിസീസ് ആണെന്ന് സ്പെസിഫിക് ആയിട്ട്, ചില ഡിസീസസിന് സ്പെസിഫിക് ആയിട്ട് സിംറ്റംസ് ഉണ്ടായിരിക്കും. എന്നാൽ പോലും ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്താലാണ് അത് കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന STDസും ഉണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. എന്നാൽ പോലും ടെസ്റ്റിംഗ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. പൊതുവെ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന മീൻസ് HPV, സിഫിലിസ് എന്ന് പറയുന്ന STI സിംപ്റ്റം, ഇത് എത്രത്തോളം കേരളത്തിൽ കണ്ടുവരുന്നു? ഇപ്പൊ നമ്മൾക്ക് കേസസ് ഉണ്ട്. HIV ആയാലും നേരത്തെയും കാട്ടി ഇപ്പൊ റീസെന്റ് സ്റ്റഡീസിൽ നമുക്ക് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല അതേപോലെ STDസും അതേപോലെ തന്നെയാണ്. സിഫിലിസ്, ഗൊനോറിയ ഇപ്പൊ കേസസ് കുറച്ച് കൂടുതലാണ്. ചിലപ്പോൾ അത് റുട്ടീൻ സ്ക്രീനിങ്ങിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാനുള്ളതാണ്. പക്ഷെ എന്നാലും ആൾക്കാർ അത് മുമ്പോട്ട് വന്ന് ടെസ്റ്റ് ചെയ്താലേ നമുക്കത്, ചിലപ്പോൾ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ HIV പോസിറ്റീവ് ആയിട്ട് വരുന്ന പേഷ്യൻസ്, അപ്പം ഇവരെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മീൻസ് അവരുടെ ഒരു ആൻസൈറ്റി ലെവൽ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ഫാമിലി. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി HIV പോസിറ്റീവ് അല്ല, HIV ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ
ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര കൂടുതലാണ്, ആങ്സൈറ്റി ലെവൽസ് വളരെ ഹൈ ആണ് ആൾക്കാരിൽ. അപ്പോൾ പോസിറ്റീവ് ആവുമോ, ഇനി എങ്ങാനും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ കൂടെ ഉള്ള ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അപ്പോൾ ചുറ്റിലും എങ്ങനെ അവർ അത് പറയും. അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് അവർക്ക് ഭയങ്കര, ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന ആൾക്കാരും അതെ ഉണ്ടായിട്ടുണ്ട്. അതെ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ അവരെ കൊണ്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അസുഖം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. Correct. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റിയാണ് നമ്മൾ അവരുടെ അടുത്ത് നല്ലോണം കൗൺസിൽ ചെയ്ത് അവർക്ക് ആ ഒരു എന്താ ഈ മുമ്പോട്ട് എന്താ ഒരു കംഫർട്ട് ഉള്ളതെന്ന്, സോൺ യെസ്, നമ്മൾ ആ കൊടുക്കുന്നത്. കംഫർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. മുമ്പോട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താ, അതെ, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാക്സിമം എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്, ആങ്സൈറ്റി കൊണ്ട് അവർക്ക് തന്നെ പോകാൻ പറ്റാത്ത, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും കൂടി അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ. മേ ബി എ ഫ്രണ്ട് ഓർ അതെ. ഫാമിലി മെമ്പർ, അങ്ങനെ ആകുമ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ധൈര്യം വരും. അതെ, അതുപോലെ തന്നെ അവർക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ്, ആ ഒരു സംഭവം എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു കേസാണ്. മീൻസ് എപ്പോഴും വരുന്നവർ ഇത് എത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ഇത് ബാക്കിയുള്ളവർ അറിയോ എന്നുള്ള ഒരു കുറെ ഇഷ്യൂസ് വരുന്നവരുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ആക്ച്വലി ഇപ്പം നമ്മൾ ക്ലിനിക്കിൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏതായാലും നമ്മൾ അത് പ്രൊവൈഡ് 100% കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്. എങ്ങാനും പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും സോഷ്യലി സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളായതുകൊണ്ടും മേ ബി STDസിനെയും കാട്ടിയും HIV ആണ് അത്രയും സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പഠിക്കും. അതെ. അപ്പോൾ നമ്മൾ ആ കോൺഫിഡൻഷ്യാലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കും കുറച്ച് ധൈര്യം വരും. ഓക്കെ, ഈ ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിന്ന് ഒരു വരികയാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഏറ്റവും കൂടുതൽ അവർക്കാണ് കൂടുതലും ഒരു ആൻസൈറ്റി അതല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ക്യൂർ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കംഫർട്ട് സോൺ ആണ്. അതെ. അപ്പോൾ അവര് അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അവര് നമ്മളെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവര് ഇങ്ങോട്ട് വരുള്ളൂ ടെസ്റ്റ് ചെയ്യാൻ. അതെ അതെ. അപ്പൊ നമ്മളെ ടീം ആ ഒരു കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ അവർക്ക് റൂട്ടീൻലി ടെസ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ 3 to 6 months അവർ റൂട്ടീൻലി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഇൻവോൾവ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവർ എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യണില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ആ കംഫർട്ട് സോൺ കിട്ടണില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കിട്ടുമ്പോഴത്തേക്കും ആരായാലും, അപ്പോൾ അത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി അല്ല, ആരായാലും അവർ ഉറപ്പായിട്ടും വന്ന് ടെസ്റ്റ് ചെയ്യാൻ, റൂട്ടീൻലി ടെസ്റ്റ് ചെയ്യാനുള്ളത് അവർ അറ്റ്ലീസ്റ്റ് അത് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇൻഫെക്ഷൻസ് റൂൾ ഔട്ട് ചെയ്ത് ഏർലി ആയിട്ട് നമുക്ക് അവരെ ട്രീറ്റ്മെന്റും കൊടുക്കാൻ പറ്റും. പൊതുവേ ഇവർക്ക് വേണ്ടിയുള്ള ഞാൻ പറയുന്നത് ട്രീറ്റ്മെന്റ് സെന്റേഴ്സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടർ സേഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്യൂർ കമ്മ്യൂണിറ്റിനെ എപ്പോഴും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ അവർക്ക് യാതൊരു പ്രശ്നം, നമുക്ക് യാതൊരു പ്രശ്നമില്ല. ക്യൂർ കമ്മ്യൂണിറ്റി വരുവാണെങ്കിൽ നമ്മൾ അത്രത്തോളം ട്രീറ്റ്മെന്റും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പൊതുവെ കേരളത്തിലെ ഒരു സ്റ്റിഗ്മയുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ അവർക്കുള്ള ഒരുപാട് കംഫർട്ട് സോണോ അതല്ലെങ്കിൽ അതിന് പറ്റിയുള്ള കൗൺസിലേഴ്സോ ഡോക്ടേഴ്സോ അവൈലബിലിറ്റി കുറവാണോ അല്ലയോ ഒന്നും കൂടി അറിയണമായിരുന്നു. അത് ആക്ച്വലി വി കനോട്ട് കമന്റ്. വേറെ ഹോസ്പിറ്റൽസിനെ പറ്റിയിട്ടും നമുക്ക് അത് കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഒരു ക്ലിനിക്കും നമ്മളെ ഒരു DSH ടീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് പേഷ്യൻസിന് എന്താണെന്ന് വെച്ചാൽ ദേ വോണ്ട് ടു ഫീൽ ഹേർഡ്. അപ്പം നമ്മൾ അത്രയും കംഫർട്ട്, അവർക്ക് അത്രയും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവരും മുമ്പോട്ട് വരുന്നത് ടെസ്റ്റ് ചെയ്യാനും ബാക്കി അവരുടെ കാര്യങ്ങളും പ്രോബ്ലംസും ഷെയർ ചെയ്യാനും അൺബയസ്ഡ് ആയിട്ട് നമ്മൾ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ അവർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് അറിയേണ്ടത് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ഈ സെക്ഷൽ ആക്ടിവിറ്റി കൂടി മാത്രമാണ് HIV പകരുന്നത്, ഓക്കെ, അതല്ലെങ്കിൽ STIs വരുന്നത്. അപ്പം ഏതെങ്കിലും അങ്ങനത്തെ ഒരു കേസുകൾ ഡോക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും കേസുകൾ? അതെ, ഇവിടെ നമ്മളിവിടെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള 1-2 കേസസ് ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കേസസ്. ഇപ്പോൾ സ്പെഷ്യലി മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിരിക്കുമ്പോഴത്തേക്കും അവർ ഒത്തിരി അറിയാതെ സ്ക്രീനിങ് ചെയ്യാതെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഒരു ഡെന്റൽ ഡോക്ടർ ഈ ഇംപ്ലാന്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും അറിയാതെ ആ പേഷ്യന്റിന്റെ ഇത് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും ട്രിക്കായി. എന്നിട്ട് പിന്നെ ആ സമയത്ത് അവർ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ട് ഐ തിങ്ക് അവർ ആ ഉണ്ടായിരുന്ന ആ റൂറൽ ഏരിയയിൽ അവർക്ക് ആക്സസിബിൾ ആയിരുന്നില്ല മെഡിസിൻസ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇത് 72 hours അകത്താണ് മെഡിസിൻസ് എടുക്കേണ്ടത്. അപ്പോൾ എന്തോ കാരണം കൊണ്ട് ആ ഡോക്ടറിന് അത് അന്ന് എടുക്കാൻ പറ്റില്ല. കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് ഒരു 1 or 2 months കഴിഞ്ഞപ്പോഴത്തേക്കും
ആ ഡോക്ടറും പുള്ളിന്റെ വൈഫുമായിട്ട് വന്ന് നമ്മളിവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു. ആ Okay. സമയത്താണ് അറിയുന്നത് പുള്ളി പോസിറ്റീവ് ആണെന്ന്. ഓ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്താൽ ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രിക്കോഷണറി പെപ്പ് മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ്. അതെ. ബിക്കോസ് അത് മുമ്പോട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രിവെന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല. പറ്റാത്ത രീതിയിലായി കറക്റ്റ് പോകും. കറക്റ്റ്. ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങനത്തെ ഒത്തിരി കേസസ് നമുക്ക് വരാറുണ്ട്. അപ്പം ആക്സിഡന്റൽ പ്രിക്സ് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ അതില് മേ ബി അവര് പ്രൊഫഷൻ റിലേറ്റഡ് ആയിരിക്കാം അത്. അപ്പൊ ആക്സിഡന്റൽ പ്രിക്ക് ആകുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് അവർക്ക് മെഡിസിൻസ് ആക്സസിബിൾ അല്ലാത്ത കാരണം അവർക്ക് ആ മെഡിസിൻസ് എടുക്കാത്തതുകൊണ്ട് മാത്രം പിന്നീട് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതെ, ഈ ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് നഴ്സസോടും ഇതിൽ അതെ, അതെ. എക്സ്പോഷേഴ്സ് ഹൈ ആയിട്ട് വരുന്നുണ്ട്. അതെ. കാരണം അപ്പൊ ബ്ലഡ് പ്രോഡക്ട്സ് ആയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് അധികമായിട്ട് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ചെയ്യുന്നത്. അതിപ്പോ ഡോക്ടർ ആവട്ടെ, നഴ്സ്, ഫ്ലെബോട്ടമിസ്റ്റ് മീൻസ് ലാബ് ലാബ് ടെക്നീഷ്യൻസ് ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് അതെ. ആക്സിഡന്റൽ പ്രിക്സ് ഉണ്ടാവാം. ഉം. അതേപോലെ കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് പെട്ടെന്ന് എമർജൻസി കേസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക്. അപ്പോൾ ഈ ഒരു ബ്ലഡ് പ്രോഡക്ട്സുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസ് അതും സ്ക്രീൻ ഔട്ട് ചെയ്യാത്ത സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇൻഫെക്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Okay. യൂഷ്വലി പെപ്പ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതാണ്. നീഡിൽസ്റ്റിക് ഇഞ്ചുറി എന്ന് പറഞ്ഞ് അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ ചില സമയത്ത് ആ ഒരു മെഡിസിൻസ് ആക്സസിബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഒത്തിരി ആൾക്കാർക്ക് ഈ മെഡിസിൻസ് ആ നേരത്തെ എടുക്കണമെന്നുള്ളത് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതെ അതെ. നമ്മൾ ഈ പ്രൊഫഷനിൽ ഉണ്ടെങ്കിൽ പോലും പൊതുവേ ഇത് നമുക്ക് ഫാർമസിയിലും അവൈലബിൾ അല്ലല്ലോ, ആക്സസിബിൾ അല്ല, ഈസിലി ഈസിലി അവൈലബിൾ അല്ല. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഇതിനു വേണ്ടി പ്രിവെന്റീവ് മെഷേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും ഈ മെഡിസിൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് പോലെ തന്നെ വേറെയും കേസുകൾ ഹൈലി ആൻസൈറ്റി ആയിട്ടുള്ള രീതിയിലോ അതല്ലെങ്കിൽ എന്താ പറയാ കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസിൽ വരുന്ന ഡോക്ടേഴ്സിന്റെയോ അതുപോലെ വേറെ ഏതെങ്കിലും കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അതെ, ആക്ച്വലി അങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടായിട്ടുണ്ട്. ആളിന് നല്ലൊരു ജോബ് ഓഫർ വന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആൾ റൂട്ടീൻലി ടെസ്റ്റ് ചെയ്ത സമയത്തായിരുന്നു ഇത് വിസ ആപ്ലിക്കേഷന്റെ ടൈം റൂട്ടീൻലി ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ഡിറ്റക്ട് ചെയ്തത്. പിന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൽ പോസിറ്റീവ് വന്നപ്പോഴാണ് അറിയുന്നത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക, സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടത്തിൽ മേ ബി ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് വൺസ് ആ പേഷ്യന്റ് ART സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും HIV പോസിറ്റീവ് വരുന്ന കേസസിനെ പറ്റിയിട്ട്. അപ്പോൾ HIV പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും ART സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ആവട്ടെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ ആവട്ടെ, ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിട്ട് ആ ആളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളിന് മെന്റലി സ്റ്റേബിൾ ആവാനും ഈ ഒരു ജേർണിയിലോട്ട് മുമ്പോട്ട് പോകാനും വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതെ. അപ്പൊ അതേപോലെ ഒരു പ്രാവശ്യം പ്രിവെന്റ് മെത്തഡ് PrEP എന്ന് പറയുമ്പോൾ മുമ്പോട്ട് ഇങ്ങനത്തെ എക്സ്പോഷേഴ്സ് പല എക്സ്പോഷേഴ്സുമായിട്ട് വരുന്ന ആൾക്കാർ യൂഷ്വലി മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് സ്പെസിഫിക്കലി അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്കും അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PrEP സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം PrEP സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി കോൺട്രസെപ്ഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, മീൻസ് പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ പോലും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താൽ പോലും നമ്മൾ PrEP സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആസ് എൻ ആഡ് ബെനിഫിറ്റ്. അപ്പോൾ PrEP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ടീൻലി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ സമയത്തും ഡിറ്റക്ട് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ലായിരിക്കും അവർ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ വല്ല വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റൂട്ടീൻലി ആയിരിക്കാം, അല്ലെങ്കിൽ PrEP സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ PrEP സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അവരെ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഡയഗ്നോസ് ചെയ്തിട്ട് അവർ മെഡിസിൻ ഇമീഡിയറ്റ്ലി നമ്മൾ ഫെർദർ ഓൺ ഡീറ്റെയിൽ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് നമ്മൾ മെഡിസിൻ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഒരു ആൻസൈറ്റി ഫേസ് ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ആ ജേർണിയിൽ പോകുമ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ നമ്മളിപ്പം ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ സർവീസ് അവൈലബിലിറ്റി കൊടുക്കുന്നത്, പുറത്തുനിന്നുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, വേൾഡ് വൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പുറത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിലും അവർക്ക് ഈ STI എന്തെങ്കിലുമൊക്കെ ഡിറ്റക്ടബിൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിസയുടെ ഇഷ്യൂസ് വരുന്നുണ്ട്, റൈറ്റ്? അപ്പം അങ്ങനത്തെ കേസുകൾ, അങ്ങനത്തെ പേഷ്യൻസ് അവരാണെങ്കിൽ ഹൈലി ആൻസൈറ്റി ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി STIs മാത്രമല്ല, ഇപ്പം നമ്മൾ ഇവിടുന്ന് ടെസ്റ്റും മെഡിസിൻസും സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ആക്സസിബിൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെല്ലാം അവർ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അക്കോർഡിംഗ് പ്ലാൻ ചെയ്ത് എന്നാ വരുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ശരിയാക്കി കൊടുക്കും. അതല്ലാതെ എന്താ PrEP ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷോർട്ട് വിസിറ്റ്സിന് വന്ന് പോണ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർ വന്ന് മെഡിസിൻ കളക്ട് ചെയ്ത് ഇമീഡിയറ്റ്ലി പോവുക ചെയ്യുക. ആ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമ്മൾക്ക് ഒത്തിരി പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്.
അതുകൂടാതെ നമ്മൾ കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അതെ അതെ, ഓൺലൈൻ കൺസൾട്ടേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുമ്പോഴത്തേക്കും അവര് ഒരു ആങ്സൈറ്റി ലെവൽ അവിടെ കുറയുവാണ്. അതെ. അപ്പൊ അവര് വളരെ ആങ്ഷ്യസ് ആയിരിക്കുമ്പോഴായിരിക്കും ഒരു ഡോക്ടറിനെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ അവർക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിരിക്കില്ല. അതെ, പല അതെ. കൺട്രീസിലും പല അപ്രോച്ചബിൾ രീതികളും. അല്ല. അതെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് നമ്മളെ ഡോക്ടേഴ്സിനെ അവർക്ക് അപ്രോച്ച് ചെയ്ത് ഒരു കൺസൾട്ടേഷൻ കിട്ടുമ്പോൾ അവർ മെന്റലിയും അവർക്ക് അത് സ്റ്റേബിൾ വളരെ, ആയിരിക്കും. അതെ, അതെ, അപ്പൊ മെന്റലി അവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർ ആ ആങ്സൈറ്റി ലെവൽസ് കുറയും. കുറയും. അതെ. അതുപോലെ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ഡോക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? മീൻസ് നമുക്ക് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് വരുന്ന കുറെ പേഷ്യൻസ് ഉണ്ട്, നമുക്കറിയാലോ. ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവര് നമ്മളിപ്പോ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാലും 2 കൗൺസിലിംഗ് കഴിഞ്ഞാലും അവർ സ്റ്റേബിൾ ആവാറില്ല. അതുപോലത്തെ കേസുകൾ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതെ, നമ്മൾക്ക് അങ്ങനെ പേഷ്യൻസ് വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ ചില പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ടെസ്റ്റുകൾ നെഗറ്റീവ് ആണ്, എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ അവർക്ക് ഡോക്ടർ കൗൺസിലിംഗ് ആയാലും നമ്മുടെ ടീമിലുള്ള സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ആയാലും ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് പോലും പേഷ്യൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻസ് വീട്ടില് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, വീട്ടിൽ ലെറ്റർ എഴുതിയിട്ട് ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയ പേഷ്യന്റിനെ വരയ്ക്കും നമ്മൾ കൗൺസിൽ ചെയ്ത് ആങ്സൈറ്റി കുറച്ച് അവരെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ നല്ലോണം സംസാരിച്ച് ആ പേഷ്യന്റിനെ കാം ഡൗൺ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ പേഷ്യന്റ് കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരിക്കും നമ്മൾ എൻറ്റയർ ടീം ഇൻവോൾവ് ആയിരുന്നു ആ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുന്നതും. അവർ ഫാമിലി മെമ്പേഴ്സിനെ ആയാലും പിന്നെ പേഷ്യന്റിന് സൈക്കാട്രിസ്റ്റിന്റെ കൗൺസിലിംഗ് ആയാലും ഇതെല്ലാം ഇത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ. അതുപോലെ തന്നെ എനിക്ക് അറിയേണ്ടത്, ഇപ്പൊ നമ്മൾ ഇത്രയും HIV കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ STI നമ്മളൊരു പാർട്ട് നമ്മൾ സംസാരിച്ചു. പക്ഷെ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോഴും പണ്ട് തൊട്ടുള്ള ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് HIV ആണ് ഏറ്റവും വലുത്. പക്ഷെ STI കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പം ആ STI എന്നുള്ള സംഭവം അത് ടെസ്റ്റിംഗ് ചെയ്യണം, അതല്ലെങ്കിൽ അതിന് എത്രത്തോളം പീരീഡ്സ്, എത്ര പീരീഡിലാണ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്, അത് എത്ര പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ചിലവരുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരല്ലേ, ഭാര്യയും ഭർത്താവാണ്, അതുകൊണ്ട് STI ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എവിടെ നിന്ന് വരാനാണ്, അങ്ങനെയൊക്കെ പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ STIനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസും ആ ടെസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങളും അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും? അപ്പോൾ ചില ഇൻഫെക്ഷൻസ് STI എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ HIV പാർട്ട് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ അതേപോലെ പല ഇൻഫെക്ഷൻസും വേറെ ഇതുണ്ട്. ഹെർപ്പിസ് ആവട്ടെ, ഗൊണോറിയ ആവട്ടെ, സിഫിലിസ് ആവട്ടെ, ക്ലമീഡിയ ആവട്ടെ, അങ്ങനെ ഒത്തിരി ബ്ലഡിൽ വരാം. നമുക്ക് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ സ്വാബ്, ഓറൽ, ഈനൽ, വെജൈനൽ സ്വാബ്, ഫിനൽ സ്വാബ്, അങ്ങനെ. അപ്പോൾ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ മീൻസ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അറിയുന്നതാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ നമുക്ക് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത സമയത്ത് അത് സൈലന്റ്ലി അവർ കാരിയർ ഫേസിലായിരിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രീവിയസ് പാർട്ട്ണറിന്റെ നിന്നായിരിക്കാം അവർക്ക് കിട്ടിയത്. അപ്പൊ പുതിയതായിട്ട് ഒരു വേറെ പാർട്ട്ണറായിട്ട് അവർ എൻഗേജ് ആവുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പ്രീവിയസ് പാർട്ട്ണർ കഴിഞ്ഞിട്ട് അവർ റീടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, മീൻസ് ടെസ്റ്റ് റുട്ടീൻലി ചെയ്തില്ലെങ്കിൽ അത് അടുത്ത പാർട്ട്ണറിന് അവർ പുതിയ പാർട്ട്ണർ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ട്രാൻസ്മിറ്റ് ആവാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർ ചോദിക്കും, ഞാൻ ഈ പാർട്ട്ണർ അല്ലാതെ വേറെ പാർട്ട്ണറായിട്ട് പോയിട്ടില്ല, അപ്പൊ ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് അൺഡിറ്റക്റ്റഡ് ആയിരുന്നായിരിക്കും അത് ബോഡിയിലുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ചില അസുഖങ്ങൾ ആക്റ്റീവ് ഫേസിൽ അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്ട് പോലും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ ഫ്ലെയർ അപ്പ് ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ വളരെ അപൂർവം കേസസേ ഉള്ളൂ. മിക്കവാറും അസുഖങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വിൻഡോ പീരീഡിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് സ്ത്രീകളിൽ തന്നെ കൂടുതലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് STIസിന്റെയും ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു സെയിം സിംറ്റംസ് മാതിരി കാണിക്കുന്നതുകൊണ്ട് പലരും നമ്മൾ STI ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും അവരത് ചെയ്യാതെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക? ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഷോർട്ട് ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു റീസണും കൂടുതലാണ്. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ് ഫീമെയിൽസിൽ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഇപ്പൊ സെക്ഷലി ആക്റ്റീവ് ഫീമെയിൽസ് ആകുമ്പോഴത്തേക്കും അവർ ആ കാര്യം ഇഗ്നോർ ചെയ്യും. അവർ വെറും യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് സെക്ഷലി ആക്റ്റീവ് ആയിരിക്കുമ്പോഴും STDസിന്റെ ആ പാർട്ട് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുമ്പോൾ ആ റൂട്ടീൻ ടെസ്റ്റ് ചെയ്യാത്തപ്പോൾ അവിടെ ആ ഒരു പാർട്ട് മിസ് ആവുകയാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? റൂട്ടീൻലി അഥവാ അവർക്ക് അറിയാം അവർ സെക്ഷലി ആക്റ്റീവ് ആണെങ്കിൽ ഈ റൂട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പിക്ക് ചെയ്ത് അതിന്റെ അക്കോർഡിംഗ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്, അതുപോലെ പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ്, ARP ഉണ്ട്, ആന്റി റെട്രോവൈറൽ ട്രീറ്റ്മെന്റ്.
അപ്പം ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനത്തെ രീതിയിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ എക്സ്പോഷേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന്, കാരണം ആളുകളുടെ ഒരു ഇതുണ്ട്, ഡൗട്ട് ഉണ്ട്, മീൻസ് പെപ്പും പ്രപ്പും ഒന്നാണെന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പം ആ ഒരു അതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പം അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. പെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. അത് വിതിൻ 72 hours പോസ്റ്റ് എക്സ്പോഷർ ഹൈ റിസ്ക് എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിലാണ് പെപ്പ് എടുക്കുന്നത്. പെപ്പ് എടുക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് എക്സ്പോഷർ നടന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് ആളിനെ അറിയില്ല. അപ്പോൾ അവർ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്ന പേഷ്യൻ്റ് ഒന്ന് പറയും എനിക്ക് അറിയാമെന്നുള്ള ആളാണ്, പക്ഷെ മെഡിക്കൽ ഹിസ്റ്ററി അറിയാമോ? അതാണ് അവിടുത്തെ ഡൗട്ട്. അപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി അറിയാത്ത സ്ഥിതിക്ക് അത് അത്രയും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെ പരിചയം ഉണ്ടെന്ന് പറയുന്നത് മെഡിക്കൽ ഹിസ്റ്ററി ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പെപ്പ് അടിക്കുമെന്നത്. അതല്ലാതെ പ്രൊട്ടക്ഷൻ ബ്രേക്കേജ്, ഇപ്പോൾ ചില ആൾക്കാർ പ്രൊട്ടക്ഷൻ ബ്രേക്കേജ് ആയിട്ട് വരും. അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റീൻ്റെ ഇടയിൽ അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ സെക്സ് വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ അറിയാത്ത അൺനോൺ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഡേറ്റിംഗ് ആപ്പിലായിരിക്കാം കണ്ടത്, അല്ലെങ്കിൽ റാൻഡമായിട്ട് പരിചയപ്പെട്ട ഒരാളായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പെപ്പ് വിതിൻ 72 hours എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അത് ക്രിട്ടിക്കൽ കേസസിലാണ് നമ്മൾ റൂൾ ചെയ്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർ അത്രയും ഹൈ റിസ്ക് ആയിരിക്കില്ല, പക്ഷെ അവർ പേടി കാരണം, ആങ്സൈറ്റി കാരണം നമ്മളടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്യും എനിക്കൊന്ന് പെപ്പ് തരാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യാറില്ല. വളരെ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് പെപ്പ് കൊടുക്കുന്നത്. അതെ, പെപ്പ് കൊടുക്കുന്നത്. ഇതിന് മേജർ സൈഡ് എഫക്ട്സ് അങ്ങനെയൊന്നുമില്ലല്ലോ? സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. അതേപോലെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞ് പേഷ്യൻറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മെഡിസിൻസ് അല്ല പെപ്പ് മെഡിസിൻസ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ പ്രെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരാൾ മേ ബി ക്യൂർ കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ്, പല പാർട്ട്നേഴ്സുമായിട്ട് എൻഗേജ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുന്ന ആളായിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ വേറെ പാർട്ട്നേഴ്സ് ആകുമ്പോഴും അവരുടെ ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹൈ റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം, അത് കമ്പൽസറി ആണ്. അതിൻ്റെ കൂടെ പ്രെപ്പ് മെഡിസിൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പ്രെപ്പ് മെഡിക്കേഷൻ ലൈഫ് ലോങ് കഴിക്കണോ അതോ ഒരു ടൈം ലിമിറ്റ് മതിയോ കഴിക്കുന്നത്? അത് എങ്ങനെയാണ്? കാരണം പൊതുവെ ആളുകൾക്ക് ആ ഒരു ഡൗട്ട്സ് ഉണ്ട്. കാരണം മുമ്പ് 2 to 1 എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അത് ബാൻ ചെയ്തു ഇപ്പോൾ. കാരണം ഓൺ ഡിമാൻഡ് പ്രെപ്പ് അത് അത്രയും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴും അങ്ങനെ ഇൻസൈഡ് സർട്ടൻ ഇപ്പോൾ ഫ്രണ്ട്സ് വേറൊരു ഫ്രണ്ടിനെ അറിയാം, അപ്പോൾ അവർ പറയും പ്രെപ്പ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് അത് എടുക്കുന്നത് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവർ തമ്മിൽ അങ്ങനെ ഡിസ്കസ് ചെയ്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നീടായിരിക്കും അവർ അറിയുന്ന അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടണില്ല. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ എടുക്കണമെന്ന് ഡോക്ടറിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് പ്രെപ്പ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ലൈഫ് ലോങ് വേണ്ട, നമ്മൾ എത്രത്തോളം എക്സ്പോഷേഴ്സ് എക്സ്പോഷേഴ്സ് എത്ര നാളത്തേക്ക് ഉണ്ടോ അത് ചില ആൾക്കാർക്ക് അതും ഡൗട്ട് വരാറുണ്ട്. അവർക്ക് പ്രെപ്പ് മെഡിസിൻസ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മേ ബി ഫോർ 1 month or 3 months or 6 months. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടാന്നുള്ളത് രീതിയിലാവുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം ഇപ്പോൾ പെപ്പ് ആൻഡ് ചെയ്തു, അതുപോലെ ART ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പറയുന്ന HPV, ഇപ്പോൾ ഒരുപാട് പേര് ഈ ഗൂഗിൾ ChatGPT എല്ലാം ഹാങ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇത് സെർച്ച് ചെയ്യുമ്പോൾ HPV ഒരു വലിയൊരു സംഭവമായിട്ട് അവർ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ HPVക്കുള്ള വാക്സിൻസ് അവൈലബിൾ ആണോ? അത് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഏജ് ലിമിറ്റാണ് വാക്സിൻ എടുക്കാൻ പറ്റുക? അതുപോലെ തന്നെ ഇത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണോ? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഞങ്ങൾ അത് സ്ത്രീകൾക്കുള്ളത് മാത്രമാണ്, പുരുഷന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് ഡോക്ടർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം? ആക്ച്വലി ഇപ്പോൾ ഞാനിത് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് പറയാം. HPV എന്ന് പറയുന്ന ഇൻഫെക്ഷൻ നമുക്ക് വാട്ടായിട്ടും വരാൻ പോസിബിലിറ്റി ഉണ്ട്. അത് ഓൾമോസ്റ്റ് 40 സ്ട്രെയിൻസ് ഉണ്ട് ആ വൈറസ്. അപ്പോൾ അത് വാട്ടായിട്ടും വരാം. അതല്ലാതെ എന്തുകൊണ്ട് ഈ അസുഖത്തിന് പേടിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂ സ്ട്രെയിൻസ് ഓഫ് വൈറസ് ക്യാൻസർ കോസ് ചെയ്യും. അതിപ്പോൾ ഓറൽ ക്യാൻസർ ആവട്ടെ, ഓറോഫെറൻജിയൽ ക്യാൻസർ ആവട്ടെ, അല്ലെങ്കിൽ ജെനറ്റിക് ക്യാൻസേഴ്സ് ആവട്ടെ, ഇപ്പോൾ സർവൈക്കൽ ആവാം, അല്ലെങ്കിൽ പിന്നൽ ക്യാൻസർ ആവാം. അങ്ങനെ ഒത്തിരി ക്യാൻസർ കോസിങ് ഒരു വൈറസ് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ അനുസരിച്ചാണ് അതിൻ്റെ വൈറസ് ഡിഫർ ആവുന്നത്. വാട്ടായിട്ട് വന്നാൽ ചിലപ്പോൾ അത്രയും ജസ്റ്റ് വാട്ടർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റിലാവും. പക്ഷേ ക്യാൻസറായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഈ വൈറസിന്. അത്
അതിന് വേണ്ടിയിട്ടാണ് അത് റുട്ടീൻലി സ്ക്രീൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ HPV സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആവാം, അല്ലെങ്കിൽ പാപ്സ്മിയർ ആവാം. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സായിട്ട് റുട്ടീൻലി 15 years പ്ലസ് ഉള്ള പെൺകുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാറുണ്ട്, ഫ്രീ അവൈലബിൾ ആണ്. അതല്ലാതെ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിൽ എടുക്കണമെന്നാണ് ഈ വാക്സിൻ. അപ്പോൾ ആ വൈറസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, സ്പെഷ്യലി ബിക്കോസ് ഇറ്റ് ഇസ് ക്യാൻസർ. അതുപോലെ തന്നെ ഈ ഒരു ഏജ് ഐ ഗെസ് ഒരു 26 years വരെയാണ് മോസ്റ്റ്ലി നമ്മൾ വാക്സിൻ അവൈലബിലിറ്റി പറയുന്നത്. ബിക്കോസ് അത് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് എടുക്കുന്നതാണ്. പക്ഷേ 26 to 45 കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവർ ഫോർ എക്സാമ്പിൾ അവരിപ്പം മുന്നോട്ട് പോകുന്നതോറും ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ വന്നതിന് ശേഷം അവർക്ക് HPV വന്നു എന്ന് വെച്ചാൽ അത് വന്നതിന് ശേഷം അവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ? അതെ, എടുക്കാൻ പറ്റും. ബിക്കോസ് വാട്സ് കോസ് ചെയ്യുന്നത് ചില സ്ട്രെയിൻസ് ആണ്. അപ്പോൾ ആ സ്ട്രെയിൻ അല്ല വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി സ്ട്രെയിൻസ് വാക്സിനിൽ കവർ ആവും. ഓക്കെ. അതുപോലെ ഈ HPV ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്സ് വരാത്ത മീൻസ് ഇപ്പോൾ ക്യാൻസർ ടൈപ്പിലേക്ക് പോകുകയാണെങ്കിൽ അത് ക്യൂറബിൾ ആണോ? ക്യാൻസർ അത് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദി ക്യാൻസർ. അങ്ങനെയാണ്. അത് സീനിയർ ആണോ ഇഷ്യൂസ്? അത് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റുമോ? അത് ഒരുപാട് ടൈം കഴിഞ്ഞാണ്? ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കാം അത് ഡിറ്റക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റുട്ടീൻ സ്ക്രീനിങ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ മേ ബി വാക്സിൻ എടുക്കുമ്പോഴേ തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതെ, അതുകൊണ്ടാണ് പറയുന്നത് സെക്ഷലി ആക്റ്റീവ് ആയിരിക്കുമ്പോഴും റുട്ടീൻലി, സ്പെഷ്യലി ഫീമെയിൽസ് റുട്ടീൻലി പാപ്സ്മിയർ ചെയ്യണം. ഇത് പക്ഷേ ഒരു ജെൻസിനാണെങ്കിലും മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതെ, അല്ലാതെ ഇത് വുമൻസിന് വേണ്ടി മാത്രമല്ല. അല്ല. ഓക്കെ. അതുപോലെ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള കുറേ കേസുകൾ സിറിഞ്ച് ത്രൂ HIV പകരും. ഓക്കെ. അതുപോലെ പല രീതിയിലും HIV-യുടെ ഇത് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്? ഇത് എങ്ങനെയാണ് നീഡിൽ ത്രൂ HIV? അതെ, നീഡിൽ ഷെയറിങ് ഒരു ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. നീഡിൽ ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് യൂസേഴ്സിനാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ബിക്കോസ് ആൾക്കാർ വിചാരിക്കും നീഡിൽ ഷെയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി ഹോസ്പിറ്റൽസിലോ ക്ലിനിക്സിലോ അവർ നീഡിൽ ഷെയർ ചെയ്തായിരിക്കും എടുക്കുന്നത്. അങ്ങനെ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ബിക്കോസ് നീഡിൽസ് ചീപ്പായിട്ടാണ് വരുന്നത്. എവിടെ ഈ നീഡിൽ ഷെയറിങ് വരുന്നത്? ഡ്രഗ് യൂസേഴ്സ്. ബിക്കോസ് അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ നീഡിൽസ് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൂടി ആ നേരത്ത് ഉണ്ടായിരിക്കില്ല, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഓൾസോ. അപ്പോൾ ബാക്കി ഹോസ്പിറ്റൽസിലൊക്കെ നീഡിൽസ് വളരെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവർക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അവർ യൂസ് ചെയ്യുന്നത്. അതെ, സാധാരണ ചില പേഷ്യൻസ് പറയാറുണ്ട് മീൻസ് അവർ ആ സെയിം നീഡിൽ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ സെയിം നീഡിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യാറില്ല. ന്യൂ നീഡിൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സിറിഞ്ചിൻ്റെ കൂടെ ന്യൂ നീഡിൽസ് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നീഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റീയൂസ് ചെയ്യാറില്ല. അവർ ഈ ഇൻഫെക്ഷൻ കാരണം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽസ് റീയൂസ് ചെയ്യാറില്ല. അതുപോലെ ഈ നീഡിൽ ക്വിക്ക് അതല്ലെങ്കിൽ നീഡിൽ ഷെയർ, ഈ നീഡിൽ ക്വിക്ക് ഓക്കെ, നീഡിൽ ഷെയറിൻ്റെ എങ്ങനെയാണ് HIV പകരുന്നത്? ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അതെ, പക്ഷെ അത് എങ്ങനെയാണ് HIV അങ്ങനെ പകരുന്നത്? ആ നീഡിലിൻ്റെ ബാരലിൽ HIV-ൻ്റെ വൈറസ് ഒത്തിരി ദിവസം വെയിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അതെ. അപ്പോൾ യൂഷ്വലി ഈ വൈറസ് വെളിയിൽ അറ്റ്മോസ്ഫിയറിൽ അത്രയും നേരം നിൽക്കുന്നതായിരിക്കാം. പക്ഷേ ഈ നീഡിൽ ബാലൻസിൽ ഒത്തിരി നാൾ ആ വൈറസ് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നീഡിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ട്, റാൻഡമായിട്ട് ക്വിക്ക് ആയിട്ടുണ്ട്, എന്നാൽ പോലും HIV-ൻ്റെ ഒരു അതെ ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, അതിന് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്കറിയില്ല അത് എത്ര ദിവസം കൊണ്ട് അവിടെ കിടക്കുന്നതാണ്. അതേപോലെ ഈ ഡ്രഗ് യൂസേഴ്സ് നീഡിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. നമുക്കങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, ഈ നീഡിൽ ഷെയർ ചെയ്തിട്ട് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു കേസ്. ഓക്കെ ഡോക്ടറെ, എനിക്ക് അറിയുന്നത് ഇപ്പം പല കേസുകളും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർ അവരുടെ ഫാമിലിയോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒന്നും പറയാതെ അത് വെച്ചിരുന്ന് ബാക്കി മറ്റുള്ളവർക്കും ഇൻഫെക്ഷൻ വരുത്തിയിട്ടുള്ള കേസുകളുണ്ട്. അപ്പം അതെങ്ങനെയാണ്? അങ്ങനത്തെ വല്ല കേസുകളോ ഡോക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അതെ, വാട്ട് ഹാപ്പൻസ് ഇസ് ഒരാൾ പേഷ്യൻറ്റ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിതിൻ മന്ത്സ് അവർ റെഗുലർലി ART എടുക്കുമ്പോൾ വിതിൻ മന്ത്സ് അവർ അൺഡിറ്റക്റ്റബിൾ സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ മേ ബി മാക്സിമം ഇയർ ഓൾസോ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും എല്ലാം കൂടി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ വൈറലോട് അൺഡിറ്റക്റ്റബിൾ സ്റ്റേജിലോട്ട് പോകും. നെഗറ്റീവ് ആവില്ല എല്ലാവരും. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം സാധാരണ അൺഡിറ്റക്റ്റബിൾ എന്ന് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷം പറയും, നിങ്ങൾ വൈറസ് വിമുക്തരായി പറയും. അപ്പം അതെ, അപ്പോൾ HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് സ്റ്റേറ്റസ് ഒരിക്കലും വരില്ല. പക്ഷേ വൈറലോട് അൺഡിറ്റക്റ്റബിൾ സ്റ്റേജിലോട്ട് പോകും. ദാറ്റ് ഈസ് വെരി ലെസ് വൈറസ് കണ്ടന്റ് ഉള്ള ബോഡി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ റേറ്റും കുറവാണ്. ഇല്ലെന്നല്ല, ട്രാൻസ്മിഷൻ റേറ്റ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്താ നമ്മൾ എപ്പോഴും പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യും. ഇപ്പോൾ സോഷ്യലി സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള അസുഖമാകുമ്പോഴത്തേക്കും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാരായിട്ട് പറയാനും. ആൾക്കാർ അവർ ജഡ്ജ് ചെയ്യുമോ, ഇനി ആ രീതിയിൽ സംസാരിക്കുമോ, ഫംഗ്ഷൻസിന് വിളിക്കുമോ, ഇനി അവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ. ചില ആൾക്കാർ ഇനി മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരുടെ അത് ഡിസ്ക്ലോസ് ചെയ്യാം, ആരുടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് ഡിസ്ക്ലോസ്, അപ്പോൾ അവരുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ സ്പൗസിൻ്റെ അടുത്തായിരിക്കാം. അപ്പോൾ അത് അവർ പാർട്ട്ണറിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറഞ്ഞാലേ പറ്റും. അതെ, അപ്പോൾ പാർട്ട്ണർ അറിയാതെ അവർക്ക് മുമ്പോട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാതെ മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് വേറെ ആരും മേ ബി റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയണമെങ്കിൽ പറയാത്തതും അവർക്കൊരു ഓപ്ഷനുണ്ട്. എന്നാൽ പോലും പാർട്ട്ണർ അറിഞ്ഞാലേ പറ്റുള്ളൂ. മേ ബി നോട്ട് ഇമ്മീഡിയറ്റ്ലി ആണെങ്കിലും അവരൊരു ടൈം പീരിയഡ്, മേ ബി അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ കൗൺസിലറിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവർ പാർട്ട്ണറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വല്ല കേസ് ഡോക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട്? അതെ അതെ, വൺസ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആള് പേഷ്യൻറ്റിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പേഷ്യൻ്റ് പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ വൈഫിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒത്തിരി പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്, അവരുടെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ അവർ സമയം എടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക് പേഷ്യൻറ്റിന് അവർ ഫാമിലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആളിൽ പറഞ്ഞു, ഏതോ ഒരു ഡോക്ടർ ആളുടെ അടുത്ത് പറഞ്ഞു വൈഫിൻ്റെ അടുത്ത് പറയാതെ പെറ്റ് മെഡിസിൻ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾ ഫാമിലി പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അപ്പോൾ പാർട്ട്ണർ അറിയാതെ പെറ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യം. മാത്രമല്ല അതെ അതെ അല്ല, അവർ രണ്ടുപേരും സെക്ഷൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് പെപ്പ് കൊടുക്കാം. അപ്പോൾ ആളിനെ പുള്ളിക്കാരിക്ക് അറിയാതെ പെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫാമിലിയും കൂടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുമ്പോൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം പറയാം എന്നായിരുന്നു ആളുടെ ഒരു ഐഡിയ. അപ്പം ഐ ഡിഡ്ന്റ് എന്റർടൈൻ ദാറ്റ് ബിക്കോസ് അതൊരു നല്ല കാര്യമല്ല. പാർട്ട്ണർ ഉറപ്പായിട്ടും അവർ തമ്മിൽ സംസാരിച്ചാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അതെ, അപ്പോൾ അവർ ഫാമിലി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഉറപ്പായിട്ടും പാർട്ട്ണർ അറിഞ്ഞിരിക്കണം ഈ ഒരു കാര്യം. ബിക്കോസ് സൂണർ ഓർ ലേറ്റർ അത് ചിലപ്പോൾ പ്രശ്നമാവും, ചിലപ്പോൾ പ്രശ്നമാവാതെ അവർക്ക് രണ്ടുപേർക്കും ഡിസൈഡ് ചെയ്ത് മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ളത് ട്രീറ്റ്മെന്റ് എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട് മുന്നോട്ട് പോകുന്ന. അതെ അതെ, അപ്പോൾ അവർ രണ്ടുപേരും കൂടി ജോയിന്റ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അത് ഒരാളിനെ പറയാതെ ഇങ്ങനെ പെറ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ അവരെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്ത് അവർ വില്ലിങ്ങാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ അത് ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. ഇപ്പോൾ ഒരാൾ അത് തീരുമാനിക്കുകയാണ്, അവർക്ക് പ്രശ്നമില്ല, മുമ്പോട്ട് പോകാൻ അവർക്ക് താല്പര്യമാണെങ്കിൽ അത് അവർ ഇൻഡിവിജ്വൽ എന്താ പറയുക, അത് ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. അതുപോലെ നമുക്കിപ്പം ഡോക്ടർ സേഫ് ആൻഡ് സേഫ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ടെസ്റ്റിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിവിടെ ഏർലി ഡിറ്റക്ഷൻ ഉണ്ട് HIV വേണ്ടിയിട്ട്. അത് 10 days പോസ്റ്റ് എക്സ്പോഷറാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 28 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത്. അതെ, STIs എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്ലഡിലുള്ള STIs എല്ലാം. പിന്നെ യൂറിനിലുള്ള ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 10 days പോസ്റ്റ് എക്സ്പോഷർ തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പിന്നെ HIV വേറെ പല മെത്തേഡ്സും ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ആളുകൾ പൊതുവേ ഒരു എക്സ്പോഷർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ടെസ്റ്റ്, പാർട്ട് ടെസ്റ്റ്. സോ അത് എത്രത്തോളം റെലവെൻ്റ് ആണ്? റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് ചില ആൾക്കാർ ചില പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ റിലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, റാപ്പിഡ് ടെസ്റ്റ് അത്രയും റിലയബിൾ അല്ല. എന്നാൽ പോലും അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് എമർജൻസി ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 3 months കഴിഞ്ഞാൽ, എക്സ്പോഷർ കഴിഞ്ഞ് 3 months കഴിഞ്ഞാൽ റാപ്പിഡ് ടെസ്റ്റ് റിലയബിൾ ആവും. അതെ, അല്ലെങ്കിൽ ആന്റിജൻ ആന്റിബോഡി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. താങ്ക് യു ഡോക്ടർ. സോ നമ്മളിപ്പോൾ ഒരുപാട് HIV STI കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഇവിടെ ഇത്രയും ടെസ്റ്റിങ്ങുകളും നമ്മൾ ഇതുപോലെ കൗൺസിലിംഗും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് എവിടെയുള്ളവരാണെങ്കിലും അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. ഈ കമന്റ് താഴെ, ഈ നമ്മുടെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അവിടെ പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് എൻക്വയറി ചെയ്യാം. ഓക്കെ, ഇതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.